സംഘർഷം ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ യുഎഇയെയും യുദ്ധകളത്തിലേക്ക് നേരിട്ട് വലിച്ചിഴച്ചിരിക്കുന്നു. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ സംഘർഷങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ വിട്ടുനിന്നിരുന്ന യുഎഇ ഇപ്പോൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കൂടെ ചേർന്ന് ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ലോകത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള ഒരു വൻ യുദ്ധത്തിനാണ് ഇതുവഴി കളമൊരുങ്ങുന്നത്. ഈ നീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമൂസ് കടലിടുക്കാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന പെട്രോളിയത്തിന്റെ വലിയൊരു പങ്കും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. ഇതിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതാണ് യുഎഇയുടെയും യുഎസിന്റെയും പ്രധാന ലക്ഷ്യം. നിലവിൽ ഇറാന്റെ ശക്തമായ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശം കീഴടക്കുകയെന്നാൽ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്നതാണ് അർത്ഥം. യുഎഇയുടെ നാവികസേനയും കരസേനയും ഇതിനോടകം തന്നെ ഹോർമൂസ് ലക്ഷ്യമാക്കി നീങ്ങാൻ സജ്ജമായതായാണ് വിവരങ്ങൾ. ഇതുവരെ മേഖലയിലെ സമാധാനത്തിനു വേണ്ടി വാദിച്ചിരുന്ന യുഎഇ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങളും ഗൾഫ് മേഖലയിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണിയും യുഎഇയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും ആഗോള ഊർജ വിതരണം തടസ്സപ്പെടാതിരിക്കാനും അമേരിക്കയോടൊപ്പം ചേർന്ന് ഒരു സൈനിക നീക്കം അനിവാര്യമാണെന്ന് യുഎഇ ഭരണകൂടം വിലയിരുത്തുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതിനോടുള്ള പ്രതികരണം അതീവ രൂക്ഷമായിരിക്കുമെന്ന് ഉറപ്പാണ്. തങ്ങളുടെ ജീവരക്തമായി കരുതുന്ന ഹോർമൂസ് കടലിടുക്കിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശം ഉണ്ടായാൽ അത് നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി ഇറാൻ കണക്കാക്കും. IRGC ഈ ജലപാതയിൽ കടുത്ത നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുഎഇയുടെ ഈ പുതിയ നിലപാട് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകരുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അറബ് ലോകത്തെ ഈ പുതിയ നീക്കം യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി ഇത് ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു ചെറിയ വെടിയൊച്ച കേട്ടാൽ പോലും അത് ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാനും വൻ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും. ലോകം ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് ഇനി എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സൈനിക സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കുന്ന നിർണായകമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്.